നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരികങ്ങൾ നോക്കി നമുക്ക് ഒരാളെ വിലയിരുത്താം, ഒരാളെ മനസ്സിലാക്കാം. അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, അയാൾ ഏത് രീതിക്കാരനാണ്, അല്ലെങ്കിൽ ആ സ്ത്രീ ഏത് രീതിക്കാരിയാണ് എന്നൊക്കെ മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് പുരുഷന്മാരുടെ പുരികങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പുരുഷന്മാർക്ക് ഉത്തമമായ പുരികങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടുവിരൽ വളച്ചു വെച്ചാൽ അതിൻ്റെ നീളവും സമൃദ്ധമായ കറുത്ത രോമങ്ങളോടും കൂടിയുള്ളതാണ് പുരുഷന്മാർക്ക് ഉത്തമമായിട്ടുള്ള പുരികം. ഇത്തരം പുരികമുള്ള പുരുഷൻ ശാന്ത സ്വഭാവക്കാരനും വളരെ ധർമ്മിഷ്ഠനുമൊക്കെ ആയിരിക്കും. ഉയർന്നു നിൽക്കുന്ന രോമങ്ങളോടുകൂടിയ പുരികമുള്ള പുരുഷൻ ക്രൂരപ്രവർത്തികൾ ചെയ്യുന്നവനും കാമത്തിൽ ആസക്തി ഉള്ളവനുമായിരിക്കും. പുരികങ്ങളുടെ രോമങ്ങൾ വാലിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഈ രോമങ്ങൾ എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നാൽ ആ പുരുഷൻ മോഷ്ടാവും അധികപ്രസംഗിയുമായിരിക്കും. പുരികങ്ങളുടെ ഇടയിൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ രോമങ്ങളോടുകൂടിയ വലിയ പുരികമുള്ളവൻ ധനികനും മുൻകോപിയുമായിരിക്കും. രണ്ട് പുരികങ്ങൾക്കുമിടയിൽ 2 ചാൺ നീളമുള്ള പുരുഷൻ ഗ്രന്ഥകാരനും സഹൃദയനുമൊക്കെ ആയിരിക്കും. വീതി കൂടിയ പുരികങ്ങളോടുകൂടിയ പുരുഷൻ സന്താനങ്ങൾ നിമിത്തം ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഇടവരുന്ന ആളായിരിക്കും. പുരികങ്ങളിലെ രോമം കട്ടി കുറഞ്ഞതും ചെമ്പിച്ചും ഇരുന്നാൽ ആ പുരുഷൻ നിത്യ ദരിദ്രനായി മാറാനുള്ള സാധ്യതയുണ്ട്. പുരികങ്ങളിൽ രോമമില്ലാത്ത പുരുഷൻ വിവേകമില്ലാത്തവനും ദരിദ്രനുമായി മാറും. ഇനി നമുക്ക് സ്ത്രീകളുടെ പുരികത്തെക്കുറിച്ച് നോക്കാം. സ്ത്രീകളുടെ പുരികം ഇടത് കൈയിലെ ചൂണ്ടുവിരലിൻ്റെ നീളമുള്ളതും വാൽവശത്തേക്ക് നീണ്ടു നിൽക്കുന്നതും കറുത്ത് മിനുമിനുത്ത രോമങ്ങളോട് കൂടിയതും ചുഴിയില്ലാത്തതുമായ പുരികമാണ് ഇവർക്ക് ഉത്തമം. മേൽപ്പറഞ്ഞ പുരികത്തോടു കൂടിയ സ്ത്രീ ഐശ്വര്യവതിയും സമ്പത്തുള്ളവളും ഭർത്താവിനെയോ സന്താനങ്ങളെയോ സ്നേഹിക്കുന്നവളും ആയിരിക്കും. ചെമ്പിച്ച രോമത്തോടു കൂടിയ പുരികമുള്ള സ്ത്രീ വ്യഭിചാരിണിയും സന്താന സൗഭാഗ്യമില്ലാത്തവളുമാകുന്നു. പുരികങ്ങളിൽ ചുഴിയുണ്ടായിരിക്കുകയോ രോമങ്ങൾ തലയിലേക്ക് തിരിഞ്ഞു നിൽക്കുകയോ ചെയ്താലും ആ സ്ത്രീ ഭർതൃസുഖം കുറഞ്ഞ് ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീയായിരിക്കും. നീളമുള്ളതും വളവ് കുറഞ്ഞതുമായ പുരികങ്ങൾ വ്യഭിചാരിണിയായ സ്ത്രീകളുടെ ലക്ഷണമാണ്. നല്ലവണ്ണം നിവർന്ന നീളമുള്ള പുരികത്തോടു കൂടിയ സ്ത്രീ ഭർത്താവുണ്ടെങ്കിലും പരപുരുഷനെ സ്വീകരിക്കുന്നതിൽ തൽപരയായിരിക്കും. പരന്നതും നീളം കുറഞ്ഞതുമായ പുരികത്തോടുകൂടിയ സ്ത്രീ ജയിൽ ജീവിതം അനുഭവിക്കാൻ ഇടയുള്ളവളാണ്. 2 പുരികങ്ങൾക്കിടയിൽ മധ്യഭാഗത്ത് രോമമുള്ള സ്ത്രീ പുരുഷനെ പോലെ പെരുമാറുന്നവളും അഹങ്കാരിയുമായിരിക്കും. രോമങ്ങളോ ചുരുളൻ രോമങ്ങളോ ഉള്ള പുരികമുള്ള സ്ത്രീ സമ്പന്നയും ഭർത്താവിനെ അടിമയാക്കി ജീവിക്കുന്നവളും ആയിരിക്കും.